ഹായ്, 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരമാണ് കേട്ടോ, ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെ. ഇപ്പം ചോദ്യോത്തരത്തിലേക്ക് കടക്കുമ്പോൾ പാഠമെടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ ആവശ്യമായ പോയിൻറ്റുകളൊക്കെ അല്ലെങ്കിൽ അർത്ഥമൊക്കെ കുറിച്ച് വയ്ക്കാൻ. അതുപോലെ തന്നെ ചോദ്യോത്തരം വിശകലനം ചെയ്യുമ്പോഴും ഓരോ ചോദ്യത്തിൻ്റെയും അടുത്ത് അതിന് ആൻസറിന് ആവശ്യമായ പോയിൻറ്റുകൾ കുറിച്ച് വയ്ക്കുക. ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ ആ വരികൾ നോക്കുക, ഏത് ചോദ്യമാണോ അതുമായി ബന്ധമുള്ള വരികൾ നോക്കുക, അതിൻ്റെ ആശയം വായിച്ച് മനസ്സിലാക്കുക, ഇവിടെ ആവശ്യമായ പോയിൻറ്റുകൾ കുറിച്ച് വയ്ക്കുക. എന്നിട്ട് പോയിൻറ്റും ആ വരികളുടെ ആശയവും ഒരു ഇൻട്രൊഡക്ഷനും ഒക്കെ കൂടി ചേർത്ത് വളരെ മനോഹരമായ ആൻസർ നിങ്ങളുടെ തന്നെ ഭാഷയിൽ നിങ്ങളുടെ തന്നെ ആശയത്തിൽ എഴുതി ഫലിപ്പിക്കുക. 1 മാർക്കിൻ്റെ ചോദ്യത്തിനാണെങ്കിൽ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു വാക്യമോ മതിയാകും അല്ലേ? 2 മാർക്കിൻ്റെ ചോദ്യത്തിനാണെങ്കിൽ 2 വാക്യം മതിയാകും. പിന്നെ അല്പം വിശദീകരിച്ച് എഴുതേണ്ടത് 4 മാർക്കിൻ്റെ ചോദ്യവും 6 മാർക്കിൻ്റെ ചോദ്യവുമാണല്ലോ. 4 മാർക്കിൻ്റേതാണെങ്കിൽ പരീക്ഷ പേപ്പറിൽ എത്ര പേജ് എഴുതണമെന്ന് ഇപ്പോഴും കുട്ടികൾക്ക് സംശയമാണ്. വളരെ വലിച്ചുവാരി അങ്ങ് എഴുതും. അത് കഴിയുമ്പം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ സമയം തികയില്ല. കുറേ കാലത്തെ പേപ്പർ വാല്യുവേഷൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. നിങ്ങൾ ആവശ്യമുള്ളത് പേപ്പർ വാല്യുവേഷൻ്റെ സമയത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരികയാണ്. ആവശ്യമുള്ളത് മാത്രം എഴുതുക. ഒരേ ചോദ്യം തന്നെ ചിലപ്പോൾ 4 മാർക്കിൻ്റെ ആ വിഭാഗത്തിൽ വരാം, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ വിഭാഗത്തിൽ വരാം. അത് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് കുറേ വലിച്ചുവാരി എഴുതണ്ട. മാർക്ക് എത്രയാണോ അതിനനുസരിച്ച് ചുരുക്കി എഴുതാനും വിസ്തരിച്ചെഴുതാനും നാം അറിഞ്ഞിരിക്കണം. എന്തായാലും 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഒരു ആമുഖം ആവശ്യമാണ്. ആമുഖം കവിയെയും കൃതിയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാവാം. ഏത് പാഠത്തിനും അത് ആവശ്യമാണ്. അതാത് പാഠത്തിൻ്റെ രചയിതാവിനെയും പാഠത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ടാവാം. പക്ഷേ അത് അധികം നീട്ടി എഴുതേണ്ടതില്ല. 1 2 വാക്യത്തിൽ ഒതുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി എഴുതാനുള്ള സമയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പദ്യത്തിൽ നിന്ന് 4 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ഏത് ചോദ്യം വന്നാലും ആമുഖം ഒരേപോലെ തന്നെ മതി. ഏതൊരു ചോദ്യോത്തരത്തിനും വിസ്തരിച്ചെഴുതുന്ന ഏതൊരു ചോദ്യോത്തരത്തിനും ആമുഖവും വേണം, ഉപസംഹാരവും വേണം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനും വേണം, കൺക്ലൂഷനും വേണം. ഇൻട്രൊഡക്ഷൻ എല്ലാം ആ പാഠത്തിൻ്റെ എഴുത്തുകാരൻ ഒന്ന് തന്നെയാണല്ലോ, പാഠത്തിൻ്റെ സന്ദർഭവും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ആമുഖം എല്ലാ ചോദ്യത്തിനും ഒന്ന് തന്നെ മതി. ഒരു പാഠത്തിലെ എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുമ്പോഴും ആമുഖം ഒന്ന് തന്നെ പഠിച്ചു വെച്ചാൽ മതി. അത് നല്ലപോലെ ഹൃദിസ്ഥമാക്കണം. അപ്പോൾ അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കൺക്ലൂഷൻ അല്ലെങ്കിൽ ഉപസംഹാരം ഓരോ ചോദ്യവും കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന മട്ടിലുള്ള ഉപസംഹാരം നാം തയ്യാറാക്കണം. അത് ഇവിടെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇപ്പം നമുക്ക് പൊതുവായിട്ട് ഇതിനൊരു ആമുഖം എഴുതാം. എങ്ങനെ എഴുതാം? വളരെ ചുരുക്കിയിട്ട് 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ഏതാനും വരികളാണ് പാഠഭാഗം. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ഏതാനും വരികളാണ് പാഠഭാഗം. ഒരു വാക്യമായല്ലോ. രണ്ടാമതൊരു വാക്യം എന്തു കൊടുക്കാം? രാമാഭിഷേക വിഘ്നം സംഭവിച്ചതറിഞ്ഞ്, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിന് തടസ്സമുണ്ടായതറിഞ്ഞ് കുപിതനായി വരുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ പലതും പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്നതാണ് പാഠസന്ദർഭം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായി വരുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ പലതും പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്നതാണ് പാഠഭാഗം. ഇത്രയും മതി ആമുഖം.
ഇത് 4 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ഏത് ചോദ്യം വന്നാലും ഇത് തന്നെ മതി കേട്ടോ. പിന്നെ ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ആമുഖം മനസ്സിലായല്ലോ. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കുക. ക്രോധാവേശത്താൽ ലോകനാശത്തിനൊരുങ്ങിയ ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നത് എങ്ങനെ? ആമുഖം റെഡിയാണ് അല്ലേ? അതിനുശേഷം നമുക്ക് അടുത്ത ഖണ്ഡികയായിട്ട് എഴുതാം. ഒന്നുകിൽ അടുത്ത ഖണ്ഡികയായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ 4 മാർക്കിൻ്റെ ആൻസർ ഖണ്ഡിക തിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ആമുഖത്തോടൊപ്പം ചേർത്തു തന്നെ വേണമെങ്കിലും എഴുതാം. ഇതിൻ്റെ ആൻസറിൽ നമ്മൾ ചേർക്കേണ്ട ആശയമെന്ന് പറയുന്നത് ഈ പദ്യത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വരികളുടെ ഏറ്റവും ചുരുക്കരൂപമാണ് അല്ലേ? അപ്പോൾ പോയിന്റുകൾ കുറിച്ച് വയ്ക്കുക. ആ പോയിന്റുകളെല്ലാം അതിനകത്ത് വന്നാൽ മതി. ജീവിത നശ്വരത, ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ലക്ഷ്മി അസ്ഥിരയാണ്, ഐശ്വര്യം അസ്ഥിരമാണ്, ഭാര്യാസുഖം സ്വപ്ന സമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്സര്യം ഉപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ? മതമാത്സര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ജീവിതം ക്ഷണികമാണെന്ന് പറയുന്നുണ്ട്. ഏതുപോലെ? വന്യസന്തപ്ത ലോഹസ്തംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം, മർത്യജന്മം ക്ഷണത്തിൽ നശിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെയോ ആലയസംഗമം, ആലയസംഗമത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് അല്ലേ? പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടി പിരിയുന്ന വഴിയാത്രക്കാരെ പോലെയും നദിയുടെ ഗതിക്കനുസരിച്ച് ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ പോലെയുമാണ് ആലയസംഗമം. ഒന്നും സ്ഥിരമല്ല, എല്ലാം നശ്വരമാണ്, ക്ഷണികമാണ് എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ദേഹമല്ല ആത്മാവാണ് പ്രധാനം. അതുകൊണ്ട് മോക്ഷാർത്ഥിയാകണമെങ്കിൽ ശരിയായ ആത്മജ്ഞാനം നേടണം. ബുദ്ധജനം ക്രോധം ഉപേക്ഷിക്കണം. ക്രോധം വരുത്തി വയ്ക്കുന്ന വിനകൾ പലതാണ്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം സുഹൃത്തുക്കളെയും എല്ലാം ക്രോധത്തിന് അടിമപ്പെടുന്ന ഒരുവൻ ഹനിക്കുന്നു. ഇത്രയൊക്കെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം ഇതെല്ലാം വളരെ വിസ്തരിച്ചെഴുതരുത്. ഇത് ഓരോ പോയിന്റും വളരെ ചുരുക്കി എഴുതുക. എന്നിട്ട് പറയുക, ഈ ചോദ്യം എടുത്തങ്ങ് എഴുതിയാൽ അതിൻ്റെ കൺക്ലൂഷനായി. ക്രോധാവേശത്താൽ ലോകനാശത്തിനൊരുങ്ങിയ ലക്ഷ്മണനെ ഇങ്ങനെയാണ് ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം കൺക്ലൂഷൻ? ഇവയെല്ലാം പറഞ്ഞുകൊണ്ടാണ് ക്രോധാവേശത്താൽ ലോകനാശത്തിനൊരുങ്ങിയ ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നത്. നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ചോദ്യത്തിന് കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ അതേ സെൻറ്റൻസ് എടുത്തു വെച്ചാൽ മതി. എങ്ങനെ എന്നുള്ളതിന് ഇങ്ങനെ എന്നാക്കിയാൽ ആൻസറായി അല്ലേ? എങ്ങനെ എന്നത് ചോദ്യമാണ്, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആൻസറിൻ്റെ ഭാഗമായി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചക്ഷുശ്രവണകളസ്തമാം ദുർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. കാലാഹി എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം എന്ത് എന്നതാണ് ചോദ്യം. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. നാം എഴുതേണ്ടത് വിശകലനക്കുറിപ്പാണ്. ഈ വരികൾ അല്ലെങ്കിൽ ഈ വരികളുടെ ആശയം എഴുതണം. എന്നിട്ട് ചോദ്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കാലാഹി എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം എഴുതണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കൈവശമുണ്ടല്ലോ. രണ്ടാമതായി എന്തെഴുതണം? ഈ തന്നിട്ടുള്ള വരികളുടെ ആശയം എഴുതണം. എന്താണ് അതിൻ്റെ ആശയം? പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകം ചഞ്ചല ചിത്തരായി സുഖഭോഗങ്ങൾ തേടുന്നത്. ആ വരികളുടെ ആശയം പദ്യം പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നുകൂടെ കേട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആശയം എഴുതിയല്ലോ. ഇനി എന്തെഴുതാം? കാലാഹി എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം എഴുതണം. കാലമാകുന്ന പാമ്പിനാൽ മനുഷ്യർ അല്ലെങ്കിൽ ലോകം അല്പാൽപമായി വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലത്തിനും ലോകത്തിനും സാദൃശ്യമുണ്ട്. കാലം ചിലപ്പോൾ വളരെ നീളമുള്ളതായി നമുക്ക് തോന്നാം, ചിലപ്പോൾ നീളക്കുറവ് അനുഭവപ്പെടാം. അതുപോലെയാണ് മനുഷ്യജീവിതവും. ചില ജീവിതങ്ങൾ നീളമുള്ളതായിരിക്കും, ചില ജീവിതങ്ങൾക്ക് ദൈർഘ്യം കുറവായിരിക്കും. രണ്ടായാലും
കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട് അല്പാൽപ്പം വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യജന്മം. അതായത് മരണത്തോട് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ് മർത്യജന്മം. പക്ഷേ ഈ വാസ്തവമറിയാതെ ചഞ്ചലചിത്തരായി സുഖഭോഗങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ പായുകയാണ്. കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ തനിക്ക് പിടിപെട്ടിരിക്കുന്ന അപകടം മനസ്സിലാക്കാതെ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നു. ഇതാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കാലത്തെ പാമ്പിനോട് സാദൃശ്യപ്പെടുത്തിയത് വളരെ ഔചിത്യപൂർണമാണ്. മനസ്സിലായല്ലോ? ഔചിത്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉപസംഹാരത്തിൽ ആ വാക്കെടുത്തെഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ആമുഖം എഴുതുക, തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതുക, കാലാഹി എന്ന പ്രയോഗമൊന്ന് വിശകലനം ചെയ്തെഴുതുക. അതിനുശേഷം ഇവിടെ കാലത്തെ പാമ്പിനോട് സാദൃശ്യപ്പെടുത്തിയത് തികച്ചും ഔചിത്യപൂർണമാണ് എന്നെടുത്തെഴുതിയാൽ മതി. ഔചിത്യം എന്ത് എന്നാണല്ലോ ചോദ്യം. അപ്പോൾ ഇത് തികച്ചും ഔചിത്യപൂർണമാണ് എന്ന് എടുത്തെഴുതണം. അതാണ് ടീച്ചർ ആദ്യം പറഞ്ഞത്. ഓരോ ചോദ്യവും എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വരണം നമ്മുടെ ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ. മൂന്നാമത്തെ ചോദ്യം നോക്കുക. പാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. എന്താണ് ഈ വരികളിലെ സാദൃശ്യകൽപ്പനകളുടെ സവിശേഷതകൾ വിവരിക്കുക. എന്താണ് ഈ വരികളിലെ സാദൃശ്യകൽപ്പനകളുടെ സവിശേഷതകൾ? ഇതും ആമുഖം സെയിം തന്നെ. വരികളുടെ ആശയം എഴുതണം. ഈ വരികൾ തന്നിട്ടുള്ള ചോദ്യമാകുമ്പോൾ ഉണ്ടല്ലോ, എന്തായാലും ആ വരികളുടെ ആശയം എഴുതിയിരിക്കണം. ചുരുക്കി എഴുതിയാൽ മതി. ആദ്യം ആമുഖം എഴുതുക, തന്നിട്ടുള്ള വരികളുടെ ആശയം ഒന്ന് ചുരുക്കി എഴുതുക. അതിനുശേഷം വേണം ആ വരികളിൽ നിന്ന് എന്താണോ പ്രത്യേകമായി ചോദിക്കുന്നത് അതിലേക്ക് വരാൻ. എന്നിട്ട് അതിന് കൺക്ലൂഷൻ കൊടുക്കുക. അപ്പോൾ എന്താണ് ഈ വരികളിലെ സാദൃശ്യകൽപ്പനകൾ? ഏതിനെയാണ് സാദൃശ്യപ്പെടുത്തുന്നത്? ആലയ സംഗമത്തെ അല്ലേ? ആലയ സംഗമത്തെ ഏതിനോടൊക്കെ സാദൃശ്യപ്പെടുത്തുന്നു? പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടുന്ന പാന്തരോടും നദിയിൽ കൂടി നദിയുടെ ഗതിക്കനുസരിച്ച്, നദിയുടെ പ്രവാഹത്തിനനുസരിച്ച്, ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന തടിക്കഷ്ണങ്ങളോടും സാദൃശ്യപ്പെടുത്തി വർണ്ണിച്ചിരിക്കുന്നു. പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടുന്ന വഴിയാത്രക്കാർ ക്ഷീണം തീരുമ്പോൾ ഓരോരുത്തരായി പിരിഞ്ഞു പോകുന്നു. അതുപോലെ നദിയിൽ കൂടി ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ നദിയുടെ ഓളങ്ങളിലും തിരകളിലുമൊക്കെ പെട്ട് നദിയുടെ ഒഴുക്കിനനുസരിച്ച് ഇടയ്ക്ക് കൂട്ടിമുട്ടിയും ഇടയ്ക്ക് വേർപിരിഞ്ഞും ഒഴുകുന്നു. അപ്പം ഇങ്ങനെയുള്ള പാന്തരോടും കാഷ്ടങ്ങളോടുമാണ്, പെരുവഴി അമ്പലത്തിലെ പാന്തരോടും നദിയിൽ കൂടി ഒഴുകുന്ന കാഷ്ടങ്ങളോടുമാണ് ആലയ സംഗമത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പുത്രൻ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങളൊക്കെ ഒത്തുള്ള ആലയ സംഗമം ഇതുപോലെയാണ്. എല്ലാവരും ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അത്രയേ ഉള്ളൂ ആലയ സംഗമത്തിൻ്റെ ആയുസ്. അല്ലെങ്കിൽ ആലയ സംഗമവും അസ്ഥിരമാണ്, ഒന്നും സ്ഥിരമല്ല എന്നാണ് കവി ഇവിടെ പറയുന്നത് അല്ലേ? ഈ വരികളിലെ സാദൃശ്യകൽപ്പനകളുടെ സവിശേഷതകൾ എന്നാണല്ലോ ചോദ്യം. അപ്പോൾ നമുക്കെങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാം? ഈ സാദൃശ്യകൽപ്പനകൾ ഈ വരികളുടെ ആശയത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. അല്ലെങ്കിൽ ഈ സാദൃശ്യകൽപ്പനകൾ ഈ വരികൾക്ക് കൂടുതൽ ആശയഭംഗി നൽകുന്നു എന്നെഴുതി ചേർത്താൽ മതി കൺക്ലൂഷൻ. അടുത്ത ചോദ്യം നോക്കൂ. ക്രോധം പരിത്യജിക്കേണം ബുധജനം. എഴുത്തച്ഛൻ്റെ ഈ ഉപദേശത്തിൻ്റെ കാലിക പ്രസക്തി കണ്ടെത്തി മുഖപ്രസംഗം തയ്യാറാക്കുക. എന്താണ് മുഖപ്രസംഗം? പ്രസംഗം എന്ന വാക്ക് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സന്ദേഹമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. മുഖപ്രസംഗം എന്നാൽ എഡിറ്റോറിയൽ എന്നാണ്. ചിലപ്പോൾ ചോദ്യത്തിൽ ആ വാക്കേ കാണുകയുമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ മുഖപ്രസംഗം എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എഡിറ്റോറിയൽ എന്നവിടെ എഴുതി വെച്ചോളൂ. എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ചോദ്യപേപ്പറിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കത് തെറ്റിദ്ധാരണ കൊണ്ട് ആൻസർ എഴുതാൻ പറ്റാതെ പോകണ്ട. എഡിറ്റോറിയലും മുഖപ്രസംഗവും ഒന്ന് തന്നെയാണ്. എന്താണ് എഡിറ്റോറിയൽ?
ഇതിന് പ്രസംഗത്തിൻ്റെ മാതൃകയിലല്ല എഴുതേണ്ടത്. പ്രസംഗത്തിനാണെങ്കിൽ സംബോധനയുണ്ട് അല്ലേ, അവസാനം ഒരു നന്ദി പറയും. ഇതൊന്നും വേണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് എഡിറ്റോറിയലിൻ്റെ രൂപഘടന? ഉപന്യാസത്തിൻ്റെ രൂപഘടനയാണ് എഡിറ്റോറിയലിന് കൊടുക്കേണ്ടത്. നിങ്ങളുടെ വീടുകളിൽ പത്രം വരുത്തുന്നുണ്ടോ? പത്രം വരുത്തുന്നുണ്ടെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചു നോക്കൂ ആ പത്രത്തിലെ എഡിറ്റോറിയൽ കോളം ഏതാണെന്ന്. വാർത്തകളല്ലാതെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പേജിൽ ഇങ്ങനെ ഉപന്യാസം പോലെ ശീർഷകം കൊടുത്തിട്ട് ഖണ്ഡിക തിരിച്ച് എഴുതിയിട്ടുണ്ടാകും. പത്രങ്ങളിൽ വരുന്ന എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ തികച്ചും ആനുകാലിക പ്രസക്തിയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ പരാമർശിച്ചിട്ടായിരിക്കും എഡിറ്റോറിയൽ. എഡിറ്ററാണത് എഴുതുന്നത്, മുഖപ്രസംഗം, ചീഫ് എഡിറ്റർ. അപ്പോൾ ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ ഒക്കെ പൊതുവായി സംഭവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തിട്ടാണ് എഡിറ്റോറിയൽ പത്രങ്ങളിൽ എഴുതി തയ്യാറാക്കുക. ഉചിതമായ ശീർഷകം കൊടുക്കും, വിഷയം അവതരിപ്പിക്കും. വിഷയം തന്നെ 2-3 ഖണ്ഡികയായിട്ട്, പത്രത്തിൽ ചിലപ്പോൾ കുറേ ഖണ്ഡിക കാണും, ആ വിഷയത്തിൻ്റെ നീളം ദൈർഘ്യമനുസരിച്ചിരിക്കും. നിങ്ങൾക്കെന്ന് പറയുമ്പം നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരും. ഏതെങ്കിലും പാഠവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണല്ലോ വരിക. അപ്പം നമ്മൾ പാഠത്തിലെ ആശയവുമായി ബന്ധിപ്പിച്ച് എഴുതുക. ആദ്യം ശീർഷകം കൊടുക്കുക, പാഠത്തിലെ ആശയവുമായി ബന്ധിപ്പിക്കുക, 2-3 ഖണ്ഡിക തിരിച്ചെഴുതുക. ആദ്യത്തെ ഖണ്ഡിക ഒരു ആമുഖമായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് വരണം. 2ാമത്തെ ഖണ്ഡികയിൽ വിഷയം അവതരിപ്പിക്കുക. 3ാമത്തെ ഖണ്ഡികയിൽ എഴുതുന്ന ആളുടെ സ്വന്തം വീക്ഷണം ഉൾക്കൊള്ളിക്കാം. അതായത് ഈ വിഷയത്തിൽ നമ്മുടെ സ്വന്തം നിരീക്ഷണം അവിടെ അവതരിപ്പിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതുതന്നെ ശീർഷകമായിട്ട് കൊടുക്കാവുന്നതാണ്. ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. നമ്മൾ ശീർഷകം എഴുതിയതിനു ശേഷം ഇതിൻ്റെ കാലിക പ്രസക്തി കണ്ടെത്തി മുഖപ്രസംഗം തയ്യാറാക്കണം. ഇതിൻ്റെ ആമുഖമായിട്ട് നമുക്ക് എന്തെഴുതാം? ഈ ക്രോധം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉള്ള മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? അല്ല. ക്രോധാവേശത്താൽ ഇവിടെ യുദ്ധങ്ങളുണ്ടായത് നമ്മുടെ ഇതിഹാസകാലം തൊട്ടേ ഉണ്ട് അല്ലേ? നമ്മുടെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതവും. രാമായണത്തിൽ യുദ്ധമുണ്ട്, രാമരാവണ യുദ്ധം. മഹാഭാരതത്തിൽ യുദ്ധമുണ്ട്, കൗരവ പാണ്ഡവ യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം. ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടായത് ആരുടെയെങ്കിലുമൊക്കെ പിടിച്ചാൽ കിട്ടാത്ത ക്രോധാവേശം കൊണ്ടാണ്, ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ ക്രോധാവേശം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ എഡിറ്റോറിയൽ തയ്യാറാക്കാം? ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. ക്രോധം എന്നത് മനുഷ്യവംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അധമ വികാരമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന 6 ശത്രുക്കളായിട്ടുള്ള വികാരങ്ങളിൽ ഏറ്റവും ശക്തിമത്തായതാണ് ക്രോധം. ഇതിഹാസകാലം മുതൽക്കേ ക്രോധത്തിനടിമപ്പെട്ട് മനുഷ്യർ യുദ്ധങ്ങളിലേക്കും കലഹങ്ങളിലേക്കും പോകുന്നത് നാം പഠിച്ചിട്ടുണ്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ക്രോധം വരുത്തിവയ്ക്കുന്ന വിനകളെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. മഹാഭാരതത്തിലും കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ചത് ക്രോധാവേശം മൂലമാണ്. ക്രോധാവേശത്താൽ എടുത്തു ചാടുന്ന ജനത എല്ലാറ്റിനെയും ചുട്ടരിച്ച് ഭസ്മമാക്കും. ഇങ്ങനെ നമുക്ക് ടീച്ചർ എക്സാമ്പിൾ പറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നായിട്ട്, എന്നേക്കാൾ നന്നായി ആശയപ്രകാശന ശേഷിയുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടാവും. പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ബുദ്ധി വൈഭവവും ചിന്താശേഷിയും ആശയ ആവിഷ്കാര ശേഷിയുമൊക്കെ വ്യത്യസ്തമാണല്ലോ. അതിന് പ്രായപരിധിയൊന്നുമില്ല അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യാം? നിങ്ങളുടെ ആശയശേഷി കൂടി പ്രയോജനപ്പെടുത്തി ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ഈ 1ാമത്തെ ഖണ്ഡിക നന്നായി എഴുതാൻ പറ്റും, ആമുഖമായിട്ടുള്ള ഖണ്ഡിക. ഇനി
രണ്ടാമത്തെ ഖണ്ഡികയിൽ നമുക്ക് എഴുത്തച്ഛൻ്റെ ഉപദേശം വിശകലനം ചെയ്യാം, അതായത് പാഠഭാഗം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപാക്രാന്തനായി വരുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ജീവിതത്തിൻ്റെ നശ്വരതയും അസ്ഥിരതയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശാന്തനാക്കുന്നു. ഇതുപോലെ ക്രോധാവേശത്താൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഓരോ വ്യക്തിയെയും തക്ക സമയത്തിടപെട്ട് ശാന്തനാക്കാൻ ആരെങ്കിലും മുതിർന്നാൽ ലോകത്തിലുണ്ടാകുന്ന പല വിപത്തുകളെയും നമുക്ക് തടയാൻ സാധിക്കും. ഈ ഒരാശയം വെച്ചിട്ട് പദ്യത്തിലെ കുറച്ച് കൂടുതൽ ആശയങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഖണ്ഡിക രൂപപ്പെടുത്താം. അതിൽ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തെ കുറച്ചുകൂടി ആശയമങ്ങ് കൂട്ടിച്ചേർത്താൽ മതി. മൂന്നാമത്തെ ഖണ്ഡികയിൽ ഇതിൻ്റെ കാലിക പ്രസക്തിയും നിങ്ങളുടെ വീക്ഷണവും ഒക്കെ കൂട്ടിച്ചേർത്ത് എഴുതാം. എന്താണ് ഇതിൻ്റെ കാലിക പ്രസക്തി? ഇപ്പോൾ തന്നെ ഇറാഖിൽ, ഇസ്രായേലിൽ അല്ലേ ഒക്കെ യുദ്ധം നടന്നു. ഇപ്പം പാലസ്തീനിൽ ഒക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പല രാജ്യങ്ങളിലും ഇങ്ങനെ യുദ്ധങ്ങൾ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇതിൻ്റെ കാലിക പ്രസക്തി. അപ്പം ഇപ്പം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില രാജ്യങ്ങളെയൊക്കെ പരാമർശിക്കുക. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോഴത്തേന് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ അല്ലാതെ ചിലപ്പോൾ വേറെ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടാകാം, കത്തിപ്പടർന്നിട്ടുണ്ടാകാം. അപ്പോഴതൊക്കെ നിങ്ങൾക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. ഈ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ വളരെ വിസ്തരിച്ചെഴുതണ്ട, ചുരുക്കി എഴുതിയാൽ മതി. പിന്നെ കുടുംബങ്ങളിലുണ്ടാകുന്ന കലഹങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന കലഹങ്ങൾ ഒക്കെ അനുദിനം വേറെ വേറെ വാർത്തകളല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒന്നോ രണ്ടോ അല്ലെ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ നിരത്തുക. ചുരുക്കി എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഖണ്ഡികയിൽ ഉപസംഹാരമായിട്ട് നിങ്ങളുടെ വീക്ഷണം കൂടി കൂട്ടിച്ചേർക്കുക. എന്താണ് നിങ്ങളുടെ വീക്ഷണം? നമ്മളുടെ എല്ലാം വീക്ഷണം ഈ കാര്യത്തിൽ ഒന്ന് തന്നെ ആയിരിക്കില്ലേ? ഉദാഹരണമായിട്ട് ഞാൻ 2-3 വാക്യങ്ങൾ പറയാം, നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തോളും. എന്താണ്? യുദ്ധം എപ്പോഴും സർവനാശം വിതയ്ക്കുന്നതാണ് അല്ലേ? യുദ്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പെട്ടെന്നുള്ള ക്രോധാവേശമാണ്. നാം വിദ്യ അഭ്യസിക്കുന്നത് ജ്ഞാനം നേടാനാണ്. ശരിയായ ജ്ഞാനം എന്നത് ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനം നേടിയ ഒരുവന് മാത്രമേ ഈ ലോകജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ ലോകജീവിതത്തിൻ്റെ നശ്വരതയും അസ്ഥിരതയും നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ ഈ ലോകത്ത് നിന്ന് ഇത്തരം തിന്മകളെയും യുദ്ധകോലാഹലങ്ങളെയും നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ മനസ്സുകളിൽ സ്നേഹവും സാഹോദര്യവും നന്മയുമൊക്കെ വിതയ്ക്കുക. ഇവയുടെയൊക്കെ വിത്തുകൾ നാം വിതയ്ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ എഴുതി, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി എഴുതാം. അങ്ങനെ എഴുതി ഒരു കൺക്ലൂഷനും കൂടി കൊടുക്കാം. അപ്പോൾ എന്താണ് എഡിറ്റോറിയൽ എന്ന് മനസ്സിലായോ? പ്രസംഗമല്ല, മുഖപ്രസംഗമാണ് എഡിറ്റോറിയൽ. ഉപന്യാസത്തിൻ്റെ ഘടനയാണ്. ശീർഷകം കൊടുക്കാം, ആമുഖം കൊടുക്കാം, വിഷയം അവതരിപ്പിക്കാം, കൺക്ലൂഷൻ കൊടുക്കാം. 3-4 ചെറിയ ഖണ്ഡികയായിട്ട് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. 3 പദ്യശകലങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നിട്ട് ചോദിക്കുകയാണ്, കവിതാഭാഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ, പാഠഭാഗത്തെ വരികൾക്ക് സമാനമായ താളത്തിലുള്ളവ കണ്ടെത്തുക. അതായത് സമാന താളമുള്ള കവിതകൾ. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്നു തട്ടി നീക്കി 2 ഓമനക്കയ്യുകൾ, താക്കോൽ കൊടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയോരലാറം, പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻമലകൾ നടക്കുന്നതുപോലെ. ഇവിടെ ആദ്യത്തെ ഈരടിയാണ് ചോദ്യമായിട്ട് വരിക. ആ ഈരടിയോട് ചേരുന്ന സമാനമായ മറ്റൊരു ഈരടിയുണ്ട്, അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ട് പൊന്നിൻമലകൾ നടക്കുന്നതുപോലെ എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, ശരിയായ ഉത്തരം. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ സമാന താളം കണ്ടെത്തുക?
രണ്ട് വഴികളുണ്ട്. ഒന്ന് നമുക്ക് ചൊല്ലി നോക്കാം. ഇനി എങ്ങനെ ചൊല്ലി നോക്കിയിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷരവ്യവസ്ഥ എണ്ണി നോക്കാം. ഈ അക്ഷരവ്യവസ്ഥ എണ്ണി നോക്കുമ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടീച്ചർ പിന്നെ റിവിഷൻ സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെറുതല്ല എങ്കിലും അത്തരം കാര്യങ്ങളുടെയൊക്കെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ ഓണപ്പരീക്ഷ ആകുമ്പോഴത്തേന് നമുക്ക് പാഠങ്ങൾ മൊത്തം തീർക്കാൻ പറ്റാതെ വന്നാലോ. അതുകൊണ്ട് റിവിഷൻ സമയത്ത് ടീച്ചർ ഈ അക്ഷരം എണ്ണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ വരികൾ എടുത്തെഴുതണം. അതുമാത്രം പോരാ, പാഠഭാഗത്തെ വരികൾക്ക് സമാനമായ താളത്തിലുള്ളവ കണ്ടെത്തണം. പിന്നെ ചോദ്യത്തിന് വേറൊരു ഭാഗം കൂടിയുണ്ട്, ഇത് വിട്ടുപോകരുത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ചെയ്തു വെക്കാനുള്ള സമയമാണ്. ഈ ചോദ്യത്തിന് 2 ഭാഗമുണ്ട്. കവിതയുടെ താളം ഭാവാവിഷ്കാരത്തിന് എത്രമാത്രം പര്യാപ്തമാണെന്ന് ചർച്ച ചെയ്ത് ചെറിയൊരു കുറിപ്പും കൂടി എഴുതണം. അപ്പോൾ എന്താണ് ഇവിടെ പൊന്നണിഞ്ഞ ആനകൾ മുൾത്തടി കൈക്കൊണ്ടു? പൊന്നണിഞ്ഞ ആനകൾ, നെറ്റിപ്പട്ടം, പൊന്നിൻ്റെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയ ആനകൾ തലയെടുപ്പോടെ, അല്ലേ? നെറ്റിപ്പട്ടമൊക്കെ കെട്ടുമ്പോൾ ആനയ്ക്കൊരു പ്രത്യേക തലയെടുപ്പാണ്. അങ്ങനെ പ്രൗഢഗംഭീരമായ നിലയിൽ തലയെടുപ്പോടുകൂടി മുൾത്തടി കൈക്കൊണ്ട് പൊന്നിന്മലകൾ ചുമക്കുന്നതുപോലെ, മുൾത്തടിയും കൂടി തുമ്പിക്കൈയിലെടുത്തിട്ട് യുദ്ധത്തിന് പോവുക. പൊന്നിൻ്റെ മലകൾ നടക്കുന്നത് പോലെ ഉണ്ടെന്ന് ഇങ്ങനെയുള്ള ആനകൾ വരുമ്പോൾ. പൊന്നണിഞ്ഞ മലകൾ നടന്നു വരുന്നത് പോലെയാണ് ഈ മുൾത്തടി കൈക്കൊണ്ട് പൊന്നണിഞ്ഞ ആനകൾ നടക്കുന്നത് എന്ന മനോഹരമായ ഒരു സാദൃശ്യകൽപ്പനയാണ് ഇവിടെ ഉള്ളത്. എന്നും കൂടി ഒരു ലഘു കുറിപ്പ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. കാവ്യഭാഗം വിശകലനം ചെയ്ത് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കാവ്യഭാഗം വിശകലനം ചെയ്യണം, കാവ്യഭാഗത്തിൻ്റെ ആശയം എഴുതണം. അതിനുശേഷം എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതണം. എന്തൊക്കെയാണ് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ? നമ്മൾ എഴുത്തച്ഛൻ്റെ ലഘു ജീവചരിത്രം പഠിച്ചപ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അല്ലേ? എന്താണ്? ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അത്രയും നീട്ടി എഴുതണ്ട, സമയം ലാഭിക്കാം, എഴുത്തച്ഛൻ എന്ന് എഴുതിയാൽ മതി. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കവിയാണ് എഴുത്തച്ഛൻ. 14-15 നൂറ്റാണ്ടുകളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പാട്ടുപ്രസ്ഥാനം, അതായത് തമിഴിൻ്റെ സ്വാധീനം, പിന്നീട് ഇങ്ങോട്ട് മണിപ്രവാളം, സംസ്കൃതത്തിൻ്റെ സ്വാധീനം, ഇവയിൽ നിന്നൊക്കെ മലയാള ഭാഷയെ മോചിപ്പിച്ച് തൻ്റേതായ ഒരു കാവ്യശൈലി രൂപപ്പെടുത്തിയ, ഒരു പുതിയ മണിപ്രവാള ശൈലിക്ക് രൂപം കൊടുത്ത കവിയാണ് എഴുത്തച്ഛൻ. തൻ്റേതായ ഒരു ഭാഷാരീതി. കാവ്യഭാഗത്ത് 1-ാമത്തെ വരി മുഴുവനും സംസ്കൃത പദങ്ങളാണ്. 2-ാമത്തെ വരിയിൽ കലർന്നീടും എന്നൊരു മലയാള പദവും ഇടയ്ക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് സംസ്കൃത പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള വരികളിലെല്ലാം മലയാള ഭാഷയ്ക്കാണ് പ്രാമുഖ്യം കാണുന്നത്. അപ്പോൾ സംസ്കൃതത്തെയും മലയാളത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാഷാരീതിക്കാണ് എഴുത്തച്ഛൻ ജന്മം നൽകിയത്. സംസ്കൃതത്തെ ഉപേക്ഷിച്ചില്ല. സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും മലയാള ഭാഷയുടെ ഘടനയ്ക്ക്, വ്യാകരണത്തിനും ഘടനയ്ക്കുമൊക്കെ ഇണങ്ങുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടും ഇണങ്ങാത്തവയെ തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ടുമുള്ള പുതിയ ഒരു കാവ്യഭാഷയ്ക്കാണ് എഴുത്തച്ഛൻ രൂപം കൊടുത്തത് എന്നെഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങളൊക്കെ വളരെ നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക്, വളരെ കുറച്ച് കുട്ടികളെ ഇപ്പോൾ ഇത് കേൾക്കുന്നുള്ളൂ, ഞാൻ തുടക്കമാണല്ലോ, നിങ്ങൾ കൂടുതൽ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരിലേക്കൊക്കെ എത്തട്ടെ. എന്നിട്ട് ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, സംശയനിവൃത്തി വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് എഴുതാവുന്നതാണ്. അങ്ങനെയുള്ള സംശയങ്ങൾ അവിടെ വന്നാൽ ഞാൻ തീർച്ചയായും അത്തരം സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പദ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ അടുത്ത പാഠത്തിലെ ക്ലാസ്സുമായി എത്താം. അതുവരെ ബൈ.